കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ആദ്യത്തെ റീച്ചിലെ അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മളങ്ങനെ തളിപ്പറമ്പ് ബൈപ്പാസ് കഴിഞ്ഞുള്ള ഭാഗം മുതൽ സ്റ്റാർട്ടാവുകയാണ്. തളിപ്പറമ്പ് ബൈപ്പാസ് സ്റ്റാർട്ടാവുന്ന ഭാഗത്തൊരു അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തളിപ്പറമ്പ് കുറ്റിക്കോൽ മുതൽ കുപ്പം പാലം വരെയുള്ള തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ വിശേഷങ്ങളാണ് കാണിച്ചത്. കുപ്പം പാലത്തിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. നിലവിലുള്ള കുപ്പം പാലത്തിൽ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത്. ഇവിടെ നിലവിലുള്ള 2 വരി പാലം നിലനിർത്തിക്കൊണ്ടാണ് ഗതാഗതം പോകുന്നത് കേട്ടോ. 3:2 അനുപാതത്തിലാണ് ഗതാഗതം പോകുന്നത് കേട്ടോ. കുപ്പം പാലം, കുപ്പം പുഴയിൽ രാവിലെ തന്നെ ആളുകൾ ചൂണ്ടയിടാൻ ഇറങ്ങിയിട്ടുണ്ട്. കുപ്പം പാലത്തിൽ പുതുതായി നിർമ്മിക്കുന്ന പാലത്തിൻ്റെ ഗേഡർ ഇൻസ്റ്റാളേഷൻ കുറച്ച് ഭാഗങ്ങളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 സ്പാനുകൾക്കിടയിൽ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്ത ഭാഗത്ത് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ആ സ്പാനുകൾ വെക്കാനുള്ള വർക്കുകളാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. കൂടുതൽ ഷട്ടറിങ് പ്രവൃത്തികൾ കുറച്ച് ഭാഗത്തായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഈ അപ്രോച്ച് റോഡ് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് വർക്ക് കഴിഞ്ഞതാണ്. അതിനുശേഷം കാര്യമായ വർക്ക് പുരോഗതി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല. ഇവിടെ വലതുഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് മണ്ണിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. കൂടാതെ റീട്ടേൺ വാള് നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മുതൽ ചെറിയൊരു വയഡക്റ്റ് വരുന്നുണ്ട്. വയഡക്റ്റിൻ്റെ നിർമ്മാണം മുകളിലായിട്ട് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗത്തായിട്ട് ഷട്ടറിങ് പ്രവൃത്തികൾ നടക്കുകയാണ്. നേരത്തെയുള്ള വളവുള്ള റോഡാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മുതൽ വളഞ്ഞ് തിരിഞ്ഞാണ് റോഡ് പോകുന്നേണ്ടത്. ഇനി അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കോൺക്രീറ്റ് വർക്കുകൾ നടക്കാൻ ബാക്കിയുള്ളത് 2 സ്പാനുകൾക്കിടയിൽ ബാക്കിയുണ്ട്. കൂടാതെ 2 സ്പാനുകൾക്കിടയിൽ ഷട്ടറിങ് പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണിടിച്ച് ഉയർത്തേണ്ട വർക്കാണ് ഇവിടെ നടക്കാൻ ബാക്കിയുള്ളത്. ഇങ്ങനെ വളഞ്ഞിട്ടാണ് കേട്ടോ ഈ റോഡ് പോകുന്നത്. അപ്പോൾ നല്ല കയറ്റിറക്കുള്ള സ്ഥലമാണ്. ചരക്ക് വാഹനങ്ങളും ബസ്സുകളൊക്കെ ഈ ഭാഗത്ത് പോകുമ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് ട്രാഫിക് അനുഭവപ്പെട്ടിരുന്ന സ്ഥലമാണ്. ഏതായാലും ഈ വയഡക്റ്റ് വരുന്നതോടുകൂടി, ദേശീയപാത 6 വരിപ്പാത വരുന്നതോടുകൂടി എല്ലാ സ്ഥലത്തും ഗതാഗതത്തിന് കുരുക്കിന് ഒരു പരിഹാരമാകുമെന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ഈ ചുടല ഭാഗത്തോളം വളഞ്ഞു തിരിഞ്ഞിട്ടാണ് റോഡ് പോകുന്നത്. ചുടല ഭാഗത്തും വയഡക്റ്റിൻ്റെ നിർമ്മാണം നിലവിൽ തകൃതിയിൽ നടക്കുകയാണ് കേട്ടോ. വലതു ഭാഗത്ത് നല്ല ഉയരത്തിലുള്ള കുന്നാണ്, ഇടതു ഭാഗത്ത് താഴ്ചയുള്ള പ്രദേശമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് താഴെയായിട്ട് റീട്ടേൺ വാളിൻ്റെ നിർമ്മാണമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വലതു ഭാഗത്തുള്ള കുന്നൻ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ ഒരു വശത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടി വാഹന ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടില്ല. നിലവിലുള്ള പാതയിൽ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത്. അപ്പോൾ ഈ കുന്നും നമ്മുടെ ചുടല ഭാഗം കഴിഞ്ഞുള്ള നമ്മുടെ കോരൻ പീടിയ ഭാഗത്തുള്ള 2 കുന്നുകൾക്കിടയിലുള്ള താഴ്ന്ന പ്രദേശമാണ് ചുടല. നിലവിലിപ്പോൾ ഈ ഇടത് ഭാഗത്തായിട്ട് മണ്ണെടുത്ത് താഴ്ന്നിട്ടാണ് ഇവിടെ 6 വരി പാത വരുന്നത്. വലതു ഭാഗത്തായിട്ട് കുറച്ച് ഭാഗങ്ങളായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ മണ്ണെടുത്ത ഭാഗത്ത് സോയിൽ നെയിലിംഗ് നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ദേശീയപാത വികസനത്തിൻ്റെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം വർക്കുകൾ നല്ല രീതിയിൽ പുരോഗതിയുണ്ട്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ച് തലപ്പാടി ചെങ്കള റീച്ചിൽ 90% വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ്, നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെയും 2ാമത്തെയും റീച്ച്, അവിടെയും സമാനമായ രീതിയിൽ 90% വർക്കുകളും കഴിഞ്ഞ് അവർ തുറന്നു കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിലിപ്പോൾ വർക്ക് നടത്തിക്കൊണ്ടു പോകുന്നത്. നമ്മളങ്ങനെ ചുടല ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഇറക്കമുള്ള സ്ഥലമാണ്. നല്ല ഉയരമുണ്ട് കേട്ടോ ഈ സ്പാനിന്. നമുക്ക് ഈ കാണാൻ സാധിക്കും. വളഞ്ഞു തിരിഞ്ഞിട്ടാണ് ഇവിടെ ചുടല ഭാഗത്ത് നേരത്തെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഈ വയഡക്റ്റ് വരുന്നതോടുകൂടി അതിനൊക്കെ ഒരു പരിഹാരമാകും. അപ്പോൾ ഇവിടെ സ്പാനിൻ്റെ താഴെയായിട്ട് വർക്കുകൾ തകൃതിയിൽ നടക്കുകയാണ്.
ചുടല ഭാഗത്ത് ഏകദേശം സ്പാനിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള സ്പാനിൻ്റെ വർക്ക് തകൃതിയിൽ ഇപ്പോൾ നടക്കുകയാണ്. പിയർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. ഇവിടെയും വരെയാണ് വയഡക്റ്റ് വരുന്നത് കേട്ടോ. ആ രണ്ട് കുന്നുകൾക്കിടയിലുള്ള സ്ഥലമാണ് നമ്മളെ ചുടല. ഇവിടെ മുതൽ മണ്ണെടുത്ത് താഴ്ന്നിട്ടാണ് 6 വരി പാത വരുന്നത്. കൂടാതെ ഈ ഇടത് ഭാഗത്തായിട്ട് വലിയ റീട്ടേൺ വാള് കെട്ടിയിട്ട് മണ്ണടിച്ച് ഉയർത്തണം. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് 6 വരി പാത വരുന്നത്. നിലവിലുള്ള ദേശീയപാത കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത്. കൂടാതെ ഇവിടെ ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇനി വലതു ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കാര്യമായിട്ട് ടാറിംഗ് പ്രവൃത്തികളൊന്നും തുടങ്ങിയിട്ടില്ല. സർവീസ് റോഡിൻ്റെ വർക്കാണ് നിലവിൽ ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ ഒരു ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുകയാണ് റോഡിൽ. കോരൻ പീടിക ഭാഗത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോരൻ പീടിക ഭാഗത്ത് നേരത്തെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ ഇടമാണ്. അപ്പോൾ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് റെഡി ആയിട്ടുണ്ട്. നമ്മളെ കണ്ണൂർ ഭാഗത്തോട്ട് സർവീസ് റോഡ് കൂടി വാഹനങ്ങൾ വരുന്നുണ്ട്. കൂടാതെ ഈ 3 വരി പാത ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ണൂർ ഭാഗത്തോട്ട് നമ്മളെ കാസർഗോഡ് പയ്യന്നൂർ ഭാഗത്തോട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. കോരം പീടിക കഴിഞ്ഞുള്ള ഭാഗത്ത് കുറച്ച് താഴ്ചയുള്ള പ്രദേശമാണ്. കുറച്ച് ഉയരത്തിലാണ് ഇവ മണ്ണെടുത്ത് ഉയർത്തിയിട്ടാണ് 6 വരി പാത വരുന്നത്. ഇവിടെ ഒരു അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ വർക്ക് പുരോഗതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞതാണ്. ഇനി ഈ വലത് ഭാഗത്തുള്ള സൈഡിൽ മണ്ണടിച്ച് ഉയർത്തി റെഡിയാക്കാൻ ബാക്കിയുണ്ട്. റീട്ടേൺ വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഉയരമുള്ള സ്ഥലമായിരുന്നു. മണ്ണെടുത്ത് താഴ്ന്നിട്ടാണ് ഇവിടെ 6 വരി പാത വരുന്നത്. ഈ ഭാഗത്ത് സോയിൽ നെയിലിംഗ് 2 ഭാഗത്തായിട്ടും നടത്തിയിട്ടുണ്ട്. കൂടാതെ സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം കുറച്ച് ഭാഗങ്ങളായിട്ട് നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. ഇവിടെ 2 ഭാഗത്തായിട്ടും 6 വരി പാത തുറന്നു കൊടുത്തിട്ട് അതിൽ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ട് പോകുന്നത്. ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നുണ്ട്. ഇവിടെ മുതൽ 3 വരി പാത കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് റെഡിയാക്കാൻ ബാക്കിയുണ്ട്. കൂടാതെ നമ്മുടെ കണ്ണൂർ ഭാഗത്തോട്ട് സർവീസ് റോഡ് കൂടിയാണ് പോകുന്നത്. നമ്മുടെ പയ്യന്നൂർ ഭാഗത്തോട്ട് ഈ 3 വരി പാത കൂടി വലതുവശത്തോട്ട് പോവുകയാണ്. ഇനി ഇടത് ഭാഗത്തായിട്ട് മണ്ണടിച്ച് ഉയർത്തിയിട്ട് ലെവലാക്കാൻ ബാക്കിയാണ് കേട്ടോ. ഇവിടെയും ചെറിയൊരു അണ്ടർ പാസേജ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് വീണ്ടും ഡൈവേഷൻ വരുന്നുണ്ട്. കാസർഗോഡ് ഭാഗത്തോട്ട് 3 വരി പാത കൂടി ഇടത് ഭാഗത്തോടി പോകുന്നത്. ഈ വലത് ഭാഗത്തുള്ള റോഡിൽ കുറച്ചും കൂടി വർക്കുകൾ ബാക്കിയുണ്ട്. ഇവിടെ മുതൽ മണ്ണടിച്ച് താഴ്ന്നിട്ടാണ് 6 വരി പാത വരുന്നത്. സർവീസ് റോഡ് ഇരുവശത്തോട്ടും കഴിഞ്ഞിട്ടുണ്ട്. വലത് ഭാഗത്തായിട്ട് നല്ല ഉയരമുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ കുന്നിൽ നിന്ന് മണ്ണൊക്കെ എടുത്തിട്ടുണ്ട് 6 വരി പാതയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട്. എന്തായാലും 3 വരി പാത കൂടി മാത്രമാണ് വാഹനങ്ങൾ പോകുന്നത്. ഇനി കുറച്ച് ഭാഗങ്ങളായിട്ട് വർക്കുകൾ ബാക്കിയുണ്ട്. 2 ഭാഗത്തായിട്ടും സർവീസ് റോഡ് നേരത്തെ റെഡിയായതാണ്. പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല. 3 വരി പാതയിൽ ഇനിയും ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണമൊക്കെ ബാക്കിയുണ്ട്. ഈ പരിയാരം ഭാഗത്തോട്ട് കാസർഗോഡ് ഭാഗത്തു നിന്ന് നമ്മൾ കണ്ണൂർ ഭാഗത്തോട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. എന്തായാലും മേഘ കമ്പനിയുടെ ഈ ഭാഗത്തൊക്കെ വർക്ക് നല്ല പുരോഗതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുതൽ 6 വരി പാത കുറച്ച് ഭാഗത്തായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മുതലാണ് ഡൈവേഷൻ വന്നിട്ട് സർവീസ് റോഡിലോട്ട് കണ്ണൂർ ഭാഗത്തോട്ട് പോകുന്നത്. ഈ വലത് ഭാഗത്തായിട്ട് ഇനി സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡ് നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് കഴിഞ്ഞുള്ള ഭാഗത്ത് വീണ്ടും കയറ്റിറക്കുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നുണ്ട്. ഈ കുന്ന് പോലെയുള്ള പ്രദേശമാണ്. മണ്ണെടുത്ത് താഴ്ന്നിട്ടാണ്
ഇവിടെ മുതൽ വീണ്ടും നമ്മുടെ പരിയാരം ഭാഗത്തോട്ട് 6 വരി പാത വരുന്നത്. ഇവിടെ കുറച്ച് ഭാഗങ്ങളായിട്ട് നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. നേരത്തെ സർവീസ് റോഡ് ഇടത് ഭാഗത്തായി നിർമ്മിച്ചതാണ്. അത് വീണ്ടും പൊളിച്ചിട്ട് റിട്ടേൺ വാൾ നിർമ്മിക്കുകയാണ്. അതിനുശേഷം മണ്ണിടിച്ച് ഉയർത്തിയിട്ടാണ് ഈ ഭാഗത്ത് റോഡ് നിർമ്മിക്കുന്നത്. സർവീസ് റോഡ് ഇടത് ഭാഗത്തായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു ജംഗ്ഷൻ പോലെയുള്ള പ്രദേശമാണ്. വലത് ഭാഗത്തായിട്ടും ഈ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. റിട്ടേൺ വാൾ കെട്ടിയിട്ട് ഈ ഉയരമുള്ള പ്രദേശമായിരുന്നു. മണ്ണെടുത്ത് താഴ്ന്നിട്ടാണ് 6 വരി പാത വരുന്നത്. കുറച്ച് ഭാഗങ്ങളിലായിട്ട് സോയിൽ നെയിലിംഗ് നടത്തിയിട്ടുണ്ട്. ഇനി സർവീസ് റോഡ് റെഡിയാക്കിയതിന് ശേഷമായിട്ടുണ്ടാകും 6 വരി പാത പൂർണ്ണമായിട്ടും ഈ ഭാഗത്ത് തുറന്ന് കൊടുക്കുക. എന്തായാലും നമ്മൾ പരിയാരം ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുതൽ ഡൈവേഷൻ വന്നിട്ടുണ്ട്. സർവീസ് റോഡ് കൂടിയാണ് ഇരുവശത്തോട്ടും വാഹനങ്ങൾ പോകുന്നത്. കുറച്ച് ഭാഗങ്ങളിലായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ താഴ്ന്ന പ്രദേശമാണ്. മണ്ണിടിച്ച് ഉയർത്തിയിട്ടാണ് വരുന്നത്. നമ്മുടെ ഈ കണ്ണൂരിൻ്റെ നമ്മുടെ തളിപ്പറമ്പ് ബൈപ്പാസ് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇപ്പോൾ കുന്ന് പ്രദേശമാണ്. അപ്പോൾ കാറ്റിറക്കുള്ള പ്രദേശമാണ്, ഭൂപ്രകൃതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയും ടാറിംഗ് പ്രവൃത്തികൾ, ഇവിടെയും വർക്കുകൾ ഇനിയും നടക്കാൻ ബാക്കിയുണ്ട്. വലതുഭാഗത്തായിട്ട് ടാറിംഗ് ചെയ്യുകയാണ്. സർവീസ് റോഡ് കൂടി നമ്മുടെ പഴയ ദേശീയപാത കൂടിയാണ് വാഹനങ്ങൾ നിലവിലിപ്പോൾ ഇരുവശത്തോട്ടും പോകുന്നത്. ഇവിടെ മുതൽ 6 വരി പാതയുടെ നിർമ്മാണം ഇനിയും നടക്കാൻ ബാക്കിയുണ്ട്. പരിയാരം എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് വലിയ അണ്ടർ പാസേജാണ് അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ഈ അപ്രോച്ച് ഭാഗത്തായിട്ട് കുറച്ച് ഭാഗങ്ങളായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തിയിട്ട് നിലവിലിപ്പോൾ ഈ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ വലത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഈ താഴെയുള്ള ദേശീയപാത കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോയിക്കൊണ്ടിരുന്നത്. നിലവിൽ നമ്മൾ കാസർഗോഡ് ഭാഗത്തോട്ട് മാത്രമാണ് വാഹനങ്ങൾ ഇടത് ഭാഗത്തുള്ള നമ്മുടെ ദേശീയപാത കൂടി വാഹനങ്ങൾ പോകുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അണ്ടർപാസ് ഏരിയ കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണിടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇവിടെ കുറച്ച് ഭാഗങ്ങളായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്രോച്ച് റോഡ് ഭാഗത്ത് നമ്മൾ നല്ല ഉയരത്തിലാണ് ഈ 6 വരി പാത ഇവിടെ വരുന്നത്. ഈ ഭാഗത്ത് ഇരുവശത്തോട്ടും കടക്കാൻ വേണ്ടി ചെറിയൊരു പാസേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇടത് ഭാഗത്തുള്ള ഭാഗത്ത് റീറ്റെയിൻ വാൾ നിർമ്മിച്ച് മണ്ണടിച്ച് ഉയർത്തുകയാണ്. പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ അണ്ടർപാസ് കഴിഞ്ഞ് ഗവൺമെൻറ് ആയുർവേദിക് കോളേജിൻ്റെ ഭാഗത്തായിട്ട് ഒരു അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. ഒരു വശത്ത് ഈ 3 വരിപ്പാത ഭാഗത്ത് നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്ത് കമ്പികൾ കെട്ടിയിട്ട് ഈ കോൺക്രീറ്റിനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ഭാഗത്തായിട്ട് ഇനി ആറിപ്പാനുകൾ വെച്ച്, ആറിപ്പാനലല്ല, ഇവിടെ കോൺക്രീറ്റ് വാളുകൾ നിർമ്മിച്ചാണ് മണ്ണിടിച്ച് ഉയർത്തുന്നത്. ഇവിടെ മുതൽ സർവീസ് റോഡ് കൂടിയാണ് ഇരുഭാഗത്തോട്ടും വാഹനങ്ങൾ പോകുന്നത്. നേരത്തെ ഈ 6 വരിപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞതാണ്. എന്നിരുന്നാലും കുറച്ച് ഭാഗങ്ങളിലായിട്ട് വർക്കുകൾ ഇനിയും നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇടത് ഭാഗത്തായിട്ട് കുറച്ച് ഉയരത്തിലാണ് ഈ റോഡ് പോകുന്നത്. ഏകദേശം ഈ ഭാഗത്തൊക്കെ വർക്കുകൾ അവസാന ഘട്ടത്തിലാണ്. നല്ല പുരോഗതിയാണ് നമുക്ക് ഈ ഭാഗങ്ങളിലായിട്ട് നമ്മുടെ മേഘ കമ്പനിയുടെ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. ഇവിടെ മുതൽ നമ്മുടെ പിലാത്തറ ഭാഗം വരെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 3 വരിപ്പാത കൂടി കാസർഗോഡ് ഭാഗത്തോട്ട് വാഹനങ്ങൾ പോവാണ്. കൂടാതെ കണ്ണൂർ ഭാഗത്തോട്ട് സർവീസ് റോഡ് കൂടി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്.
ഇവിടെ മുതൽ 6 വരിപ്പാതയുടെ നിർമ്മാണം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ സർവീസ് റോഡും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുതൽ 6 വരിപ്പാതയിൽ പൂർണ്ണമായിട്ടും ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നമ്മുടെ പ്രേക്ഷകർ അധികം പേരും മൊബൈലിലാണ് വീഡിയോസ് കാണുന്നത് അറിയാം. ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ. കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. വിളയങ്കോട് ഭാഗത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല വർക്ക് പുരോഗതി കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ വരുമ്പോൾ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞതല്ലാണ്ട് വാഹനഗതാഗതത്തിനായിട്ട് പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടായിട്ടില്ല. കൂടാതെ ഈ വിളയങ്കോട് അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോവുകയാണ്. അപ്പോൾ നമ്മുടെ പിലാത്തറ ഭാഗം വരെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. പിലാത്തറ അണ്ടർ പാസേജിൻ്റെ അപ്രോച്ച് റോഡ് ഭാഗത്ത് ഇനി വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ മുതൽ ഡൈവേർഷൻ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ മുതൽ സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ട് പോകുന്നത്. പിലാത്തറ അണ്ടർ പാസേജിൻ്റെ ഭാഗമായിട്ടുള്ള അപ്രോച്ച് റോഡാണ് ഇവിടെ മുതൽ സ്റ്റാർട്ടാകുന്നത് കേട്ടോ. ആ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇവിടെ മുതൽ നമ്മൾ പിലാത്തറ വരെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തിയിട്ട് റോഡ് വർക്ക് അവസാന ഘട്ടത്തിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ പിലാത്തറ കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മളെ കണ്ണൂർ ബൈപ്പാസ് റോഡ് ഭാഗത്തുള്ള അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തോട്ട് അപ്രോച്ച് റോഡ് നിർമ്മാണം നിലവിലിപ്പോൾ നടക്കുകയാണ്. പിലാത്തറ കഴിഞ്ഞ് ബൈപ്പാസ് റോഡിലൊരു അണ്ടർ പാസേജ് ഉണ്ട്. അതിൻ്റെ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞുള്ള ഭാഗത്തും ഇനി അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള നിർമ്മാണം കുറച്ച് ഭാഗത്തായിട്ട് നടക്കാൻ ബാക്കിയുണ്ട്. പിലാത്തറ ടൗണിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിലാത്തറ അണ്ടർ പാസേജ് കഴിഞ്ഞ് നമ്മുടെ കണ്ണൂർ ബൈപ്പാസ് റോഡിൽ ഇവിടെ മുതൽ മണ്ണടിച്ച് ഉയർത്തിയിട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ആ അണ്ടർ പാസേജിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തി റെഡിയാക്കാൻ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്തും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇനി നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം നടന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് വാഹനഗതാഗതത്തിനായിട്ട് ഓൾറെഡി തുറന്നു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സുമായി വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.